Okay. Can you hear me? Okay. All of you mark the attendance. Good afternoon. Yes. Good afternoon. How are you? I am fine. Thank you. Good afternoon, Miss. Okay. Good afternoon. How are you, Miss? Yeah, I am fine. Thank you. And what about you? I am fine. Okay. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. പക്ഷെ മിസ് പ്രതീക്ഷിച്ച പോലെ എല്ലാവർക്കും കുറെ പേർക്ക് അബൌട്ട് 20 കിട്ടിയിട്ടുണ്ട്. 25 കിട്ടിയൊരു കുറവാണ്. അതുപോലെ 1-2 പേര് വളരെ മോശമായി പെർഫോം ചെയ്ത കുട്ടികളുണ്ട്. എന്തുകൊണ്ടാ അങ്ങനെ? ഹസിന ഷെറിൻ, ഹസിന നിനക്ക് എത്ര മാർക്കുണ്ട്? അൺമ്യൂട്ട് ചെയ്തേ. എത്ര മാർക്കുണ്ട്? എന്തുകൊണ്ട് അങ്ങനെ? ഞാൻ നിന്നോട് നേരത്തെ ക്ലാസ്സിലും ചോദിച്ചിരുന്നല്ലേ, സംശയം എന്തെങ്കിലും ഉണ്ടോ, മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? നമ്മൾ ഓരോ പാഠവും 2 പ്രാവശ്യം എടുത്തു, പാഠം എടുത്തു, റിവിഷൻ എടുത്തു, ക്ലാസ് ടെസ്റ്റ് എടുത്തു, എല്ലാം ചെയ്തു. എന്നിരുന്നുകൊണ്ട് പിന്നെ ഇത്ര മാർക്ക് പറഞ്ഞേ? ഡോണ്ട് റിപ്പീറ്റ്. ഓക്കെ. ആ തെറ്റി ആൻസർ കയ്യിലില്ല, അതെല്ലാം മിസ്സിന് ആൻസർ ശരിയായിട്ട് ആൻസർ എഴുതി അയക്കണം. ഇനിയുണ്ട് മിടിക്കല്, ഞാൻ പിടിക്കുന്നുണ്ട്. ബാക്കി കുറെ മക്കൾ നല്ല ഇതുണ്ട്, കുറെ പേര് തീരെ ഉഴപ്പിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാം, ഓരോരുത്തരുടെ പേരായിട്ട് ഞാൻ വിളിക്കാം. 20ൽ കുറഞ്ഞവരെ ടീച്ചർക്ക് ദേഷ്യം വരും കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാലോ എത്ര പേർക്ക് 20ൽ കുറവുണ്ടെന്ന്. ഐസഫ, turn on your video. Navami, turn on your video. Yes, Joel Joseph. Yes, unmute ചെയ്തിട്ടുണ്ട്. എന്താണ്? Unmute yourself, Joel. Joel Joseph, unmute. I give option for you. Okay, Juliet Joss. Where is remaining? Only 11 participants. Juliet Rose പറഞ്ഞു. Where is Juliet? ചേട്ടന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. ആവണി മഹേഷ്. Okay. Joel, why? What is the reason? Benita, turn on your video. Shahma V, turn on your video. Shahma. ഷഹമ, നിനക്ക് നിന്റെ മാർക്ക് അത്രയും കിട്ടിയത് മതിയോ? ഷഹമ, അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഷഹമാവി, അൺമ്യൂട്ട് ചെയ്തേ. ഷഹമാവി, ഇപ്പോഴാ ക്ലാസ്സിൽ കയറിയ കുഴപ്പമില്ല. മോൾക്ക് എത്ര മാർക്കുണ്ട്? ക്ലാസ്സിൽ പറയണ്ട. എത്ര മാർക്കുണ്ടെന്ന് മോക്കറിയാലോ. അത് മതിയോ? എന്തുകൊണ്ട്? ക്ലാസ്സിൽ മാർക്ക് പറയണ്ട, ആരും മാർക്ക് പറയണ്ട. അത് മതിയോ? Don't repeat it. Okay. Don't repeat. Joel Joseph, why are you raising your hand? Joel Joseph. കാര്യം പറ. എന്ത് കേൾക്കുന്നില്ല? വല്ലാത്ത സൗണ്ടാടാ. ക്ലിയർ. ഇനി പറ. എന്തേ ജോയൽ ജോസഫ് എവിടെ പോയോ? അൺമ്യൂട്ട് പറ. ജോയൽ പിന്നെയും പോയോ? Okay, then
Safa, turn on your video. Only 18 participants. എന്താണ് പിന്നെ എക്സാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും റിലാക്സ് ആവുക ചെയ്യുന്നത്? ഇനി വേണ്ട, ക്ലാസ് വേണ്ടെന്ന് വിചാരിച്ചോ? ഇതിന് വലിയൊരു എക്സാം ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. ഫസ്റ്റ് സെം എക്സാം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്തപ്പോൾ മാർക്ക് മനസ്സിലായി എത്രയാണെന്ന്. 20ൽ കുറവുള്ളവരെ ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അധികം കുട്ടികളൊന്നുമില്ല, കുറച്ച് കുട്ടികളേ ഉള്ളൂ. അവരും കൂടെ മുമ്പോട്ട് വന്നാലാണ് നമ്മുടെ ക്ലാസ് നന്നായിട്ട് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും മനസ്സിലാകാതൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, മിസ് എല്ലാ പാഠവും പഠിപ്പിച്ചു, റിവിഷൻ എടുത്തു, ക്ലാസ് ടെസ്റ്റ് ഇട്ടു, എല്ലാം ചെയ്തു. മിസ് നല്ല സങ്കടം വരും കേട്ടോ. നീ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കല്ലേ. മാർക്ക് കുറഞ്ഞ മക്കളോടാ പറയുന്നത് അല്ലേ നീതാ? ആ, Angel Rose Benjamin, where are you? Turn on your video. Okay, then shall we start? Ready? Okay. Second is other egg-laying animals. Page number 147. Page number 147. നിങ്ങളുടെ പേജ് നമ്പർ എത്രയാണെന്ന് മിസ്സിന് അറിയില്ല. പേജ് ചെറുപ്പം ചെറിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, പേജ് നമ്പർ 147. Other egg-laying animals. Not only birds, but animals like fish and frogs too lay eggs. They have their eggs in water. They care of their babies only for a short time. If already we take this portion, okay, I took this portion. A fish lays thousands of eggs at time in water. Out of this, only a few hundred grow into baby fish. Many eggs and baby fish are eaten up by big fish. The frog's eggs develop into tadpole. It keeps growing and slowly changes into an adult. Avani, listen. Reptiles like lizards, turtles, and snakes lay their eggs in holes in the ground. After laying the egg, some mothers go away and never come back. Many eggs are eaten up by other animals. Some eggs get warmed from the heat of the sun and hatch. All insects hatch from eggs. Some insects like grasshoppers and cockroaches have 3 stages in their life cycle. The baby insect which comes out of the egg is called nymph. It is very similar to the parent. After molting many times, it will change into an adult. Okay, not only birds, but animals like fish and frogs too lay eggs. Fish, frogs, eggs, ഫിഷിന്റെ നമ്മളെ മീൻ മുട്ട. നമ്മൾ ഈ ചില സമയത്ത് മീനെ പിടിക്കുന്ന സമയത്ത് മീനിനെ അമ്മ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, അതിൻ്റെ അകത്ത് മീനിന്റെ മുട്ടകൾ ഒരുപാടുണ്ടാകും. അതിന് പറയുന്ന പേരെന്താ? നിങ്ങള് മീൻമുട്ട തന്നെയാണോ പറയുന്നേ? ഇനി അമ്മ മീൻ ക്ലീൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം. വലിയ കുട്ടികളായില്ലേ, 4th സ്റ്റാൻഡേർഡിലെ മക്കളായില്ലേ? അപ്പൊ നോക്കുക, അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് മുട്ടകളാണ്. അതിന്റെ പല സ്റ്റേജസ് ഉണ്ട്. ഇപ്പോഴൊക്കെ ആവുന്നതിന് മുട്ടയായി വരുന്നേ ഉള്ളൂ. 2 ചെറിയ എന്താ പറയണ്ടേ, ഷീറ്റ് പോലെ ഒരു സാധനം ഇങ്ങനെ കാണാം വൃത്തിയാക്കുമ്പോൾ. പക്ഷെ ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് തരിതരുത്ത പോലെ എന്താ കുഞ്ഞു ചെറിയ ടൈനി ബട്ട്സ്, ചെറിയ തൊട്ട് എന്ത് വരും? എന്താ മുഹമ്മദ് ഷസീൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? ഞാൻ കുറേ മീൻമുട്ട കണ്ടിട്ടുണ്ട്. എന്താണ്? ഞാൻ മീൻമുട്ട കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. എവിടുന്ന് കണ്ടേ? എന്റെ മദർ മീനെ ക്ലീൻ ചെയ്യുമ്പോ. അതെ, അങ്ങനെ എല്ലാം കണ്ടുപിടിക്കണം കേട്ടോ. അങ്ങനെ മീനിന്റെ മുട്ട നമ്മൾ അതിനെ പനിഞ്ഞിൽ നിന്നൊക്കെ പറയും, ഓരോ പ്രദേശത്ത് ഓരോ പേര് പറയും. അത് സാധാരണ രീതിയിൽ നല്ല ടേസ്റ്റി ആണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മീൻ മുട്ടകൾ, ഒരു മീനിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ ഒരുപാട് മുട്ടകൾ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മനുഷ്യക്കുട്ടിയോ മനുഷ്യനാണെങ്കിൽ 1 or 2 കുട്ടികളാണ് ഉണ്ടാവുക. 1 അധികവും, 2, 3 ഒക്കെ അപൂർവം പോലെ വരും. പിന്നെ സിംഹത്തിനാണെങ്കിൽ 1 കുട്ടിയാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു റാബിറ്റ്സിന്റെ കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ, അവർക്കും കുറെ ഉണ്ട്. എന്നാൽ അതിലും എത്രയോ കൂടുതലാണെന്നറിയാമോ ഈ ഫിഷിന്റെ ഒക്കെ എഗ്സ് വരുന്നത്? കാരണം എന്തുകൊണ്ടാ? among them only a few become fish.
അത് ആ ഒരുപാട് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഇട്ടാലും തൗസൻഡ്സ് ഇട്ടാലും അതിൽ നിന്ന് 100 മാത്രമേ വിരിയുള്ളൂ. അതിനു മുമ്പേ അത് വെള്ളത്തിലേക്ക് വിട്ട് കഴിയുമ്പോൾ വേറെ മീനുകളും വേറെ ജീവികളും ഒക്കെ അതിനകത്ത് തിന്നും. അവരുടെ ഭക്ഷണമാണത്, ഫുഡാണ്. ഓക്കെ, അതിനുശേഷം അത് ഹാച്ചായാലും സ്മോൾ ഫിഷ് വന്നാൽ പോലും അതിനെയും വേറെ ഫിഷ് പിടിച്ച് തിന്നും. അപ്പൊ അതിൽ രക്ഷപ്പെടാൻ മാർഗമില്ല. പിന്നെ അങ്ങനെ അവസാനം വന്ന് ഈ തൗസൻഡ്സ് ഓഫ് എഗ് ഹാച്ച് ചെയ്തിട്ട് നിന്നും 1 2 ചിലപ്പോൾ 10 100 എണ്ണം മാത്രമേ യഥാർത്ഥ അഡൽട്ട് ഫിഷായി മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ കൂടുതൽ ഒരുപാട് മുട്ടകള് നിഹാര അടങ്ങി നിന്ന അവിടെ ഒരുപാട് മുട്ടകൾ ഇടുന്നത്. A fish lays thousands of eggs at a time in water. Out of this, only a few hundred grow into baby fish. Many eggs and baby fish are eaten up by big fish. A frog's eggs develop into a tadpole. It keeps growing and slowly changes into an adult. Okay, a frog eggs develop into tadpole. കണ്ടോ, നമ്മൾ ആ ചിത്രം കണ്ടില്ലേ കഴിഞ്ഞ ദിവസം? മിസ് ചിത്രം കാണിച്ചില്ലേ? അപ്പോൾ ഫ്രോഗിന്റെ എഗ് ടാഡ്പോൾ ആയിട്ടാണ് വരുന്നത്. അതിന്റെ പേരെന്താണ്? ടാഡ്പോൾ. ഇറ്റ് കീപ്സ് ഗ്രോയിങ് ആൻഡ് സ്ലോലി ചേഞ്ചസ് ഇൻ ടു ആൻ അഡൾട്ട്. അത് വളരെ കുറേശ്ശെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് അത് അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നു. അതിന്റെ വാലൊക്കെ കുഞ്ഞ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എഗ്ഗാണ്. സെക്കൻഡ് സ്റ്റേജ് സ്മോൾ ടാഡ്പോൾ, പിന്നെ കുറച്ച് ബിഗ് ടാഡ്പോൾ, അതിനുശേഷം കുറച്ചുകൂടെ വലിയ ടാഡ്പോൾ തന്നെയാണ്, പിന്നെ യങ് ഫ്രോഗിലേക്ക് വരുന്നു, അതിനുശേഷം അഡൾട്ട് ഫ്രോഗിലേക്ക് പോകുന്നു. ഓക്കെ നിഹാര, ലിസൺ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചേ, ക്ലാസ്സിൽ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിരിക്കേ. ഓക്കെ, frogs eggs develop into a tadpole and it is growth and slowly changes into an adult frog. Next is reptiles. Reptiles എന്താ മക്കളെ? reptiles ഉദാഹരണം ലിസാർഡ്സ്, ടർട്ടിൽസ്, സ്നേക്സ്, ഇഴഞ്ഞു നടക്കുന്ന അല്ലേ? reptiles like lizards, പല്ലി, turtles, നമ്മുടെ ആമ വർഗത്തിൽപ്പെട്ടത് ആമ, then snakes അറിയാമല്ലോ. lay their eggs in the holes in the ground. ഭൂമിയിൽ ചെറിയ, നിങ്ങൾ ശരിക്കും ഞാൻ ജോഗ്രഫിക് ചാനൽ കാണുകയാണെങ്കിൽ ഇത് മിസ് പറഞ്ഞത് വേഗം മനസ്സിലാവും. ആൻജോ ജോസഫേ, ഒരു ബൾബ് മാത്രമാണല്ലോ മിസ്സിന് കാണുന്നത്, എന്ത് പറ്റി ആൻജോ? ഓക്കെ, ലിസൺ. ആഫ്റ്റർ ലേയിങ് എഗ്സ് some mothers go away and never come back. കണ്ടോ, ഈ നമ്മുടെ മുതലകള്, പിന്നെ പല്ലി, ഈ വർഗത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സേഫ് ആണെന്ന് തോന്നുന്ന, സേഫസ്റ്റ് ആണെന്ന് തോന്നുന്ന സ്ഥലത്ത് ഈ മുട്ടകളിടും. ഈ നമ്മുടെ ടർട്ടിൽസും ടോർട്ടോയ്സും ഇത് തന്നെ എന്താ പറയണ്ടേ, അലിഗേറ്റർ വർഗത്തിൽപ്പെട്ടവരുണ്ടല്ലോ, അവരൊക്കെ ഈ മണലിൽ വലിയ കുഴി എടുക്കും. വലിയ കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരേ സമയം തന്നെ കുറേ മുട്ടകളിടും. എന്നിട്ട് മണൽ കൊണ്ട് മൂടി വെക്കും. എന്നിട്ട് അവരുടെ പാട്ടിന് പോകും, പിന്നെ തിരിഞ്ഞു നോക്കുകയില്ല. എന്നാലോചിച്ച് നോക്കിക്കുക അവസ്ഥ എന്താന്നല്ലേ ജോഹാന ബിജു അല്ലേ? എന്താ കഴുത്തേൽ കിടക്കുന്നേ? ഓക്കെ, എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുകയില്ല. എന്നിട്ട് പിന്നെ എന്ത് പറ്റുന്നറിയണോ, ഈ മുട്ടകൾ വിരിയുമ്പോൾ തന്നെ ഇവർ കരഞ്ഞോണ്ടാ പുറത്ത് വരുന്നേ. ആരാണ് പറഞ്ഞ? നിഹാര രാജേഷ്. എന്ത് പറഞ്ഞതാ മനസ്സിലാകാത്തത്? എവിടാ മിസ് പറഞ്ഞേ? അതിന് ക്ലാസ് കൊണ്ട് മൊത്തം എടുക്കുമ്പോൾ ഒന്നുകൂടെ പറയാം കേട്ടോ. അപ്പോൾ ഈ പിന്നെ അലിഗേറ്ററും അവരൊക്കെ കൊണ്ട് ഈ സാൻഡിൽ വലിയ കുഴി മാന്തിയിട്ട് അതിൻ്റെ അകത്ത് മുട്ടയിട്ടിട്ട് അത് മൂടിയിട്ടിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുന്ന പരിപാടിയേ ഇല്ല. അവരവരുടെ പാട്ടിന് പോകും. ഓക്കെ, പിന്നെ ഈ എനിക്കൊന്ന് അലിഗേറ്റർ വർഗം പിന്നെയും പിന്നെ മുട്ടകളെ തിന്നാൻ വരുന്ന ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നുണ്ടോന്നു. ഈ ടർട്ടൈൽസിലെ നമ്മുടെ ആമവർഗം അവരാണ് പിന്നെ. എന്നിട്ട് തിരിഞ്ഞു നോക്കില്ല, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഉടനെ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കരയുന്ന കേട്ടിട്ട് അവരെ തിന്നാൻ വേണ്ടിയിട്ട് ബേർഡ്സ്, ഇഷ്ടംപോലെ ബേർഡ്സും അതും ഇതൊക്കെ കുറേ പിടിക്കും. ഈ ആമക്കുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടനെ അവർ വെള്ളമാണെന്ന് കണ്ട് വെള്ളത്തിലേക്ക് പതുക്കെ ഇഴഞ്ഞു പോകും. ഈ ഇഴഞ്ഞു പോകുന്നതിന് മുമ്പ് മുട്ടയിൽ ആയിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്മാർ ഇത് കുറെ പെറുക്കിയെടുക്കും പോലും. മിസ് ജോഗ്രഫി ചാനലിൽ കണ്ടതാണ് കേട്ടോ.
ആമയുടെ മുട്ട മനുഷ്യന്മാർ പറക്കിയെടുക്കും. പിന്നെ കുറെ കുറുക്കനും അതുപോലുള്ള ജീവികളൊന്നും ഒന്ന് മാന്തി കുറെ എടുത്തിട്ട് പോകും. പിന്നെ ഇതുങ്ങൾ വിരിഞ്ഞു വരുമ്പോഴേ കിടന്ന് കരയാൻ തുടങ്ങും. കരയുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ബേഡ്സുകൾ വന്നിട്ട് പറക്കിയെടുത്തോണ്ട് പോകും. പിന്നത്തെ ആപത്ത് എന്താന്ന് ചോദിച്ചാല്, നമ്മുടെ ഇപ്പം ഈ സീഷോറിലും എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ വീടുകളും പിന്നെ കടകളും ഒക്കെ ഉണ്ടാവും. എല്ലാത്തിടത്തും ലൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ലൈറ്റ് കാണുമ്പോൾ പാവം ആമക്കുഞ്ഞുങ്ങൾ വിചാരിക്കും എന്ത്, ഇതാണ് കടല്, ഇതാണ് വെള്ളം നോർത്തിട്ട് വെള്ളത്തിലേക്ക് പോകേണ്ടതിന് പകരം കരയിലേക്ക് വരും. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളത്തിലേക്ക് പോകേണ്ടതിന് പകരം കരയിലേക്ക് വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയും പെട്ടെന്ന് വെള്ളത്തിലെത്തുവാണെങ്കിൽ അപകട സാധ്യത കുറവുണ്ട്. അവിടെയും അവർക്ക് ശത്രുക്കളുണ്ട്, എന്നാലും കരയിലുള്ള അത്ര ഇല്ല. ഓക്കെ. അപ്പൊ ഈ ആമക്കുഞ്ഞുങ്ങള് എങ്ങനെയൊക്കെയോ വലിഞ്ഞു എഴഞ്ഞു മുരണ്ടും പെരഞ്ചൊട്ടി വീണും ഒക്കെ എങ്ങനെയെങ്കിലും അവരെ വെള്ളത്തിലെത്തി കിട്ടും. വെള്ളത്തിലെത്തിക്കിട്ടാൽ പിന്നെ അവരുടെ സന്തോഷം ഒന്ന് വേറെ തന്നെയാ. ഈ മണലിലൂടെ നടക്കാനൊക്കെ അവർക്ക് കുറെ വിഷമമുണ്ട്. അവർ വെള്ളത്തിലെത്തി എന്നാലും സ്വിമ്മ് ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങനെ നിങ്ങൾ ഇതുപോലെ പറഞ്ഞ TV ചാനൽ കാണുമ്പോൾ കാർട്ടൂണും അതൊന്നും അല്ല കാണണ്ടേ, ഇങ്ങനത്തെ ചാനല് കാണും. അത് തന്നെയല്ലേ നിങ്ങൾ കാണുന്നേ? ആണോ? അതോ ഇപ്പോഴും പോക്കിമോനും പിന്നെന്താ അങ്ങനത്തെ കുറെ ഉണ്ട്, അതൊക്കെയാണോ കാണുന്നേ? TV വെക്കുമ്പം അതിന് ഞാൻ അമ്മമാരോട് ഫോൺ ചെയ്യുമ്പോൾ പറയാൻ പോവാ. ഓക്കെ, ഗുഡ്. ജൂലിയറ്റ് നല്ല മോളാ. ഓക്കെ, അമ്മമാരോട് പറയാൻ പോവാ, അങ്ങനത്തെ ഒന്നും കാർട്ടൂൺ ചാനലുകൾ ഇനി ഒന്നും വെച്ച് വെക്കാൻ പാടില്ല. ഇങ്ങനത്തെ അല്ല, പറയട്ടെ ഷെസിനെ? മിസ് പറയട്ടെ? ഓക്കെ, അവൻ റെഡിയാ. നമ്മുടെ സഫ എവിടെ പോയി? ടേൺ ഓൺ വീഡിയോ സഫ. ഓക്കെ, ദെൻ reptile like lizards, reptiles and snakes lay their eggs in the holes ground. After laying the eggs, some mothers go away and never come back. Many eggs are eaten up by other animals. Some eggs get warmth from the heat of the sun and hatch. എന്തുകൊണ്ടാ മക്കളെ ഈ ആമകളൊക്കെ ഇത്ര ഡേഞ്ചറായ സ്ഥലത്ത് വന്ന് മുട്ടയിടുന്നത്? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? അതിന് സൂര്യപ്രകാശം. സാമുവൽ എന്താ കാണിക്കുന്ന മോനെ? അടങ്ങിയിരുന്നേ എവിടെ? മിസ് കാണുന്നുണ്ടോ നിങ്ങൾ ഓരോന്ന് കാണിക്കുന്നേ? അലനെ നേരെ ഇരുന്നേ, താടിക്ക് തല ഒന്ന് കൊടുക്കണം, സ്ട്രെയിറ്റ് ഇരുന്നേ. നല്ല വളരുന്ന മക്കളല്ല, നട്ടലൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിരിക്കേ. അല്ല പിന്നെ പടവലങ്ങ കെട്ടിയിരുന്നാലേ കെട്ടിത്തൂക്കൊണ്ട് വരും കൂനി പോയിട്ടുണ്ടെങ്കിൽ, അല്ലേ? കണ്ടില്ലേ ചില പച്ചക്കറികളൊക്കെ കെട്ടിത്തൂക്കൊണ്ട് വരും. അതൊന്നും വേണ്ട, അതെല്ലാം എടുക്കണം. സ്റ്റേണായിട്ട് നട്ടലൊക്കെ നിവർത്തിയിരിക്കണം. അന്നപ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്നത്. അല്ലാണ്ട് ഈ കൂനി കൂടി എനിക്കൊന്നും പറ്റുന്നില്ലേ എന്ന് പറഞ്ഞിരുന്നാല് ഒരു രസമില്ല, കണ്ടല്ലോ. ഓക്കെ, then many eggs are eaten up by the animals. Some eggs get warmth from the heat of the sun and hatch. അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടിയാണ് ഇത്ര റിസ്ക് ആയിട്ട് പോലും ഈ പേരൻസ് ടർട്ടിൽസ് അവരെ കരയിൽ കൊണ്ട് മുട്ടയിടുന്നത്. All insects hatch from eggs. Next is about insects. Okay, all insects hatch from egg. ഇൻസെക്റ്റുകള് എഗ്ഗിൽ നിന്നുമാണ് വളരുന്നത്. Some insects like grasshoppers and cockroaches have 3 stages in their life cycle. The main point is life cycle. Okay, കേട്ടിട്ടുണ്ടോ? Have you heard of about life cycle? ഒരു ജീവിയുടെ ജീവിതം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അത് കടന്നു പോകേണ്ട വികസനത്തിന്റെ സ്റ്റേജസ് ആണത്. ഓക്കെ, നമ്മുടെ ഇൻസെക്റ്റിന്റെ ഗ്രാസ് ഹോപ്പർ. എന്താ ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാല്? എന്താടോ അലൻ പി സാംസണെ അവൻ മോളോട്ട് നോക്കിയിരിപ്പുണ്ട്. എടാ അലൻ എന്ത് സ്വപ്നം കാണുമായിരുന്നോ? അലനെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ധ്യാനിക്കാനിരിക്കുന്ന പോലെ മോളോട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്തോ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്ക. ഓക്കെ, അപ്പോ ഗ്രാസ് ഹോപ്പറിനെ അറിയാമോ? ഗ്രാസ് ഹോപ്പറിനെ അറിയാമോ? പുൽച്ചാടി അല്ലേ? നമ്മുടെ പുൽച്ചാടി അല്ലേ സിദ്ധാർത്ഥ്? അതെ, പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ. ഇപ്പൊ ജൂലിയറ്റ് ചാടണ്ട കേട്ടോ, അടങ്ങിയിരുന്നാ മതി. ആൻജോ, ടേൺ ഓൺ യുവർ വീഡിയോ. ആൻജോ ചോറുണ്ണാൻ പോയോ അതിൻ്റെ ഇടയ്ക്ക്? അവൻ എന്തിനോ എടുക്കാൻ വേണ്ടി പോയിട്ട് വിശന്നെന്ന് തോന്നുന്നു, ചോറുണ്ണാൻ പോയാന്ന് തോന്നുന്നു നമ്മളെ കൂട്ടാതെ. നിങ്ങളൊക്കെ ചോറുണ്ടോ? ഉണ്ടോ മക്കളെ? ഭക്ഷണം കഴിച്ചോ? ഇല്ല. വിശക്കുന്നുണ്ടോ? വേഗം ക്ലാസ് കഴിയും കേട്ടോ.
Some insects like grasshoppers and cockroaches have 3 stages in their life cycle. The baby insect which comes out of the egg is called nymph. എന്താണ് ആ വാക്ക് മിസ്സിന്റെ കൂടെ പറഞ്ഞേ? nymph. എന്താണ്? nymph. That the baby insect which comes out of the egg is called nymph. The baby insect which comes out of the egg is called nymph. Okay, NYMPH, nymph. It is very similar to the parents. അമ്മയോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് വളരെയധികം. അത് അമ്മയുടെ കണ്ടാൽ തന്നെ അറിയാം ഇത് പാറ്റക്കുഞ്ഞാന്ന് മനസ്സിലാവും. പക്ഷെ ചില പിന്നെ ഇൻസെക്റ്റുകളുടെ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ കുഞ്ഞുങ്ങളെ കണ്ടാല് അത് ആ അമ്മയുടെ മക്കളാന്ന് പറയൂല, വേറെ ഏതോ ജീവിയാന്ന് പറയും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബട്ടർഫ്ലൈയെ തന്നെ എടുത്തു നോക്കിക്കേ, ബട്ടർഫ്ലൈയുടെ ആണെങ്കിൽ ഒരു കുഞ്ഞി മുട്ട ഒരു ഇലയുടെ അടിയിൽ കാണും അല്ലേ? അത് അലൻ ബി സാംസൺ മോൻ എന്താ അവിടെ ശ്രദ്ധിക്കാനുള്ളത്? ഓക്കെ, സന, മുഹമ്മദ് കേസ്, സ്വിച്ച് ഓൺ യുവർ വീഡിയോ. എവിടെ പോയി എല്ലാവരും? ആൻജോ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടില്ല. ഓക്കെ, കുഞ്ഞു മുട്ട, ആ മുട്ട വിരിഞ്ഞു വരുന്നത് പുഴു. ഇത് നമ്മുടെ സുന്ദരിയായ ബട്ടർഫ്ലൈയുടെ മോനാന്ന് പറയോ? ആ പുഴുവിനെ കണ്ടാല് പറയോടാ? നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലേ? ചെടിയുടെ അടിയിലൊന്നും ഇതിരിക്കുന്ന കണ്ടിട്ടില്ലേ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ജോയൽ ജോസഫ് കണ്ടിട്ടുണ്ട് അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് മിസ് പറഞ്ഞു വരാം. അപ്പം it is very similar to the parent. After molting many times it changes into an adult അല്ലേ? ഈ മോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? മോൾട്ടിംഗ് എന്താ അറിയാമോ? നമ്മൾ ഈ പറമ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ ഈ സ്നേക്കിന്റെ കവർ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അല്ല വെള്ള കളറില്, വെള്ളം തന്നെ പറയാം, ഇങ്ങനെ പയമ്പിന്റെ ഷേപ്പില് ഇങ്ങനെ കല്ലിന്റെ ഇടയിലോ അല്ലെ മരത്തിന്റെ ഒക്കെ വേരിന്റെ ഇലയുടെയൊക്കെ ഇങ്ങനെ കണ്ടെത്തുന്നു. ഓക്കെ, ഗുഡ്. നിഹാര കണ്ടിട്ടുണ്ട്. അതിനെന്താ പറയുന്നത്? ഉപ്പുളിന്നോ എന്തോ പേര് പറയും. ആണോ? അങ്ങനെ പറയാറുണ്ടോ? ഞങ്ങളുടെ അടുത്തൊക്കെ പറയും കേട്ടോ. പാമ്പ് പടം പൊഴിച്ചു എന്നും പറയും വേറെ ഭാഷ പറഞ്ഞാല്. നമ്മൾ പറയുന്നത് മോൾട്ടിങ് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മോൾട്ടിങ് എന്ന് പറഞ്ഞാല് ഈ ഓരോ വർഷവും ഇങ്ങനത്തെ ചില ജീവികള് പിന്നെ അവരുടെ ശരീരത്തിലെ ഏറ്റവും പുറത്തിലുള്ള ആ കവറും പിന്നെ പൊഴിച്ചു കളയും. അത് അതിനുവേണ്ടി അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇടുങ്ങിയ വേരിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് പോകും. അന്നേരം അതിന്റെ മുകളിലത്തെ സ്കിന്ന് ഊരിപ്പോയിട്ട് അവർ നല്ല സുന്ദരക്കുട്ടപ്പന്മാരും സുന്ദരിക്കുട്ടികളായിട്ട് അടുത്ത പുറത്തു വരും. ഓക്കെ, അതുപോലെ നമുക്കും പോയായിരുന്നു നല്ലതായിരുന്നല്ലേ? നമ്മുടെ അല്ലേ? ആണോ? എന്താണ് സനാ മനസ്സ് ചിരി വരുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ വർഷവും പുതിയ സ്കിന്ന് കിട്ടിയത് എന്തെടുക്കുമായിരുന്നു? അയ്യോടാ, 4ാം ക്ലാസ്സിൽ എത്തിയിട്ട് സമയം ഓർത്തില്ലെങ്കിലോ? പ്രസന്റ് മാർക്ക് ചെയ്തു. ഓക്കെ. എക്സാമിന്റെ ഹാങ് ഓവറിൽ അങ്ങ് ഇരുന്ന് പോയതായിരിക്കും അല്ലേ? ആണോ? എക്സാം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിൽ ഇരുന്ന് പോയതാണോ? പഠിച്ചു മടുത്തല്ലോ. അത് കഴിഞ്ഞ് എക്സാം കൊണ്ട് എഴുതിയപ്പോഴത്തേക്ക് ക്ഷീണം പിടിച്ചു പോയില്ലേ അല്ലേ? ഓക്കെ, സെൽന എലിസബത്ത് എവിടെയോ പോയി. ഓക്കെ, ദെൻ വന്നു സെൽന വന്നു. ഞങ്ങൾ സെൽനയെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയെന്ന്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാ പറയുന്നത്? മോൾട്ടിങ്ങിനെ കുറിച്ചാ പറയുന്നത് അല്ലേ? അപ്പം വേണോ അങ്ങനെ? സിദ്ധാർത്ഥ കൃഷ്ണ, സിദ്ധാന്തേ, എല്ലാ വർഷവും പുതിയ പിന്നെ ഇത് വേണോ? സ്കിന്ന് വേണോ? കിട്ടിയാൽ കൊള്ളായിരുന്നല്ലേ? അപ്പൊ നമ്മള് 50, 60 വയസ്സായാലും പുതിയ സ്കിന്ന് വന്ന് അയ്യോ കണ്ട കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയല്ലേ? പറയുവോ? സോപ്പിന്റെ പരസ്യത്തിൽ കാണുന്നില്ലേ അല്ലേ? അതാരാണ് ഇപ്പൊ? അലൻ മാത്യു ദിലീപ്. ഇതെന്താടാ മിസ് ഇതെന്തൊക്കെയാ എഴുതി വിടുന്ന ചാറ്റ് ബോക്സില്? മക്കളെ, ചാറ്റ് ബോക്സിൽ കയറി ഒന്നും എഴുതി വെക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ അറ്റൻഡൻസ് ഇടുന്നിടത്ത് ഒരു പേര് തന്നെ പലതവണ വരുമ്പോൾ അറ്റൻഡൻസ് ഞങ്ങൾക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരും കേട്ടോ. 30 കുട്ടികൾ ചിലപ്പോൾ 30, 45 ഒക്കെ ആയിട്ട് വരുന്നു. ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ ഡെക്കറേഷൻ വർക്കൊന്നും വേണ്ട പേരിന്റെ കൂടെ. ഓക്കെ, റെഡി?
അപ്പൊ മോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ കോക്രോച്ച് ഒക്കെ കാണണം, ശരിക്കും കോക്രോച്ചിന്റെ ആ ബ്രൗൺ കളർ സ്കിൻ അങ്ങ് പോയിട്ട് തനി വൈറ്റ്, പ്യുവർ വൈറ്റ് കളർ കോക്രോച്ച് കാണാം. അതിനെ പറയുന്ന പേരെന്താണ്? മോൾട്ടിംഗ്. MOULTING, മോൾട്ടിംഗ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഒരു പാറ്റയെ കണ്ട ഉടനെ തല്ലിക്കൊന്നിട്ട് കളയാനല്ല നോക്കേണ്ടത്, അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കണം. അതിനെക്കുറിച്ച് പണ്ട് മിസ്സിന്റെ ക്ലാസ്സിൽ എന്നെ സയൻസ് പഠിച്ച മിസ് പറയായിരുന്നു, നമ്മൾ വാഴപ്പഴം തിന്നുവാണെങ്കിലും വെറുതെ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും, അല്ലെ കുറ്റം പറയും, മോശമാണെന്നല്ലേ. അങ്ങനല്ല, അതിന്റെ ഉള്ളിലെ സീഡ് പോലും നമ്മൾ കണ്ടുപിടിക്കണം എന്ന്. നേന്ത്രപ്പഴത്തിനുള്ളിലെ സീഡ് കണ്ടിട്ടുണ്ടോ മക്കളെ? നേന്ത്രപ്പഴത്തിനുള്ളിലെ സീഡ് കണ്ടിട്ടുണ്ടോ? ഇനി ഒന്ന് നേന്ത്രപ്പഴം തിന്നുമ്പം ഒന്ന് നോക്കണേ, നേന്ത്രപ്പഴത്തിനുള്ളില് സീഡ് ഉണ്ടോന്ന് നോക്കുവോ? അപ്പൊ നമ്മൾ നോക്കുവോ? നമ്മൾ ഈ പ്രകൃതിയിൽ വാച്ച് ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ എത്ര അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാന്നറിയാമോ? അല്ലാതെ ഇർഷാദ് എന്ത് പറ്റി? ഓക്കെ, മറുപടി. അപ്പോൾ നമ്മള് ഒരാപ്പിള് തിന്നുവാണേലും കണ്ടില്ലേ, അനുമിസ് ഒരു കഥ പറഞ്ഞു തന്നില്ലേ? അനുമിസിന്റെ മീറ്റ് മൈ ടീച്ചർ പ്രോഗ്രാമിൽ ഒരു കഥ പറഞ്ഞു തന്ന കേട്ടായിരുന്നോ? കേട്ടവര് കുറച്ചു പേരുണ്ട്. എന്താണ് ആപ്പിളിന്റെ കഥ പറഞ്ഞു തന്നത്? മുറിച്ചു നോക്കണം, അതിനകത്ത് നല്ലൊരു, ഇനി മിസ് പറഞ്ഞു തരൂല, ബാക്കി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇനി നമ്മളെ ബ്രിഞ്ചാൾ ഇല്ലേ, ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാല് വഴുതനങ്ങ ഇല്ലേ? വഴുതനങ്ങ മുറിച്ച് നോക്കിക്കേ, അതിൻ്റെ അകത്ത് നമ്മുടെ ചില ജുവല്ലറിക്കാർ പോലും നാണം കെട്ടുപോകും. ജുവല്ലറിക്കാര് അവരുടെ മാലയുടെയും കമ്മലിന്റെയും ഒക്കെ പരസ്യം കാണിക്കൂലേ, അതിലും മനോഹരമായിട്ടാണ് ചില ബ്രിഞ്ചാളിനകത്ത് സീഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ചില അക്ഷരങ്ങൾ കാണാം നമുക്ക്. ഇനി അമ്മ ബ്രിഞ്ചാൾ മുറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, okay, then it change into an adult. Other insects like houseflies and butterflies have 4 stages in their life cycle. Okay, other insects like houseflies and butterflies have 4 stages. Grasshopper and cockroach 3 life cycle. Okay, alle Muhammad Shasin. But this endana insect houseflies and butterflies in 4 stages. Okay, other insects like houseflies and butterflies have 4 stages in their life cycle. The young one that hatches from the egg of this insect is called larva. What is that word? Larva. The young one that hatches from the egg of insect is called larva. Listen here. The baby insect which comes out of the egg is called nymph. But the young one that hatches from the egg of this insect is larva. Okay, it is very different from parents. No, larva is different from parents, but nymph is very similar to parents. Nymph is Shahmavi. What are you doing there? Okay, then it looks more like a worm. The larvae of different insects have different names. The larva of a housefly is called maggot. The larva of a butterfly is called caterpillar. The caterpillar eats leaves and grows rapidly. After some time, it stops eating and forms a covering called pupa around itself. Later, the pupa bursts open and the butterfly comes out. Adult insects do not look after their babies. No. നോക്കിക്കേ, ചിത്രത്തിൽ നോക്കിക്കേ, ഇത് നമ്മുടെ രത്നസാഗരനകത്ത് നമുക്ക് ഇത് കിട്ടുന്നില്ല. ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ ബട്ടർഫ്ലൈസിന്റെ ലാർവ ഓഫ് ഹൗസ് ഫ്ലൈ ഈസ് കോൾഡ് മാഗോട്ട്. ഹൗസ് ഫ്ലൈ ഈച്ചയുടെയാണ് മാഗോട്ട് എന്ന് പറയുന്നത്. പിന്നെ ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലർ എന്നാ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഗ്രാസ് ഹോപ്പറിന്റെയും കോക്കോച്ചിന്റെയും ഒക്കെ നിംഫാണ്. പിന്നെ ഹൗസ് ഫ്ലൈസിന്റെ ഒക്കെ അവിടെ ആക്സസ് ചെയ്ത് വരുന്നത് ലാർവയാണ്. ഇനി ഹൗസ് ഫ്ലൈയുടെ നോക്കുക, ഈ മാഗോട്ടാണ്. കാറ്റർപില്ലർ ആരാണ്? ബട്ടർഫ്ലൈയുടെ ആണ് കേട്ടോ.
ദ കാറ്റർപില്ലർ ഈറ്റ്സ് ലീവ്സ് ആൻഡ് ഗ്രോസ് റാപ്പിഡ്ലി. അവര് മുട്ട വിരിഞ്ഞ് എന്നാ പിന്നെ ഒരേ എന്താ പറയാ മരണഭക്ഷ തീറ്റ എന്ന് പറയും അല്ലെ. സ്പീഡിൽ അവർ 1 മിനിറ്റ് റെസ്റ്റ് എടുക്കാണ്ട് അവർ തിന്നുകൊണ്ടേയിരിക്കും സ്പീഡിൽ വളരാൻ വേണ്ടി. ഓക്കെ. ആൻഡ് സംടൈംസ് ഇറ്റ് സ്റ്റോപ്സ് ഈറ്റിംഗ് ആൻഡ് ഫോംസ് എ കവറിങ് കോൾഡ് പൂപ്പ. നമ്മൾ ഈ ചെടിയുടെ ഇലയിലൊക്കെ ചില ഈ ഉണങ്ങിയ ഇല തൂങ്ങിക്കിടക്കുന്ന പോലെ ചില സാധനങ്ങൾ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് അവരുടേതാണ്, പ്യൂപ്പയാണ് അത്. അതിൻ്റെ അകത്ത് ഈ കുഞ്ഞ് ജീവി ഉറങ്ങിക്കിടക്കുകയല്ല ചെയ്യുന്നത്, അവിടെ നല്ലൊരു മ്യൂട്ടേഷൻ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. ഓക്കെ. ഒരു പുഴുവ് ബട്ടർഫ്ലൈ ആയി മാറുന്ന പ്രോസസ്സ് അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പൂപ്പ എന്ന അവസ്ഥ. ലേറ്റർ ദ പൂപ്പ ബേസ്റ്റ് ഓപ്പൺ ആൻഡ് ബട്ടർഫ്ലൈ കംസ് ഔട്ട്. അവസാനം വെറും നമുക്ക് തൊടാൻ അറപ്പുള്ള, തൊട്ടാൽ ചൊറിയുന്ന, കാണാൻ അറപ്പുള്ള ഈ കുഞ്ഞിക്ക പുഴു അല്ലെ വലിയ പുഴു ഒരു കൂടിനുള്ളിനകത്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പം പുറത്തു വരുമ്പം സുന്ദരിയായ ബട്ടർഫ്ലൈ ആയി മാറുന്നു. എന്താണ് സെൽന കൈ കാണിക്കുന്നേ? സെൽന ഞാൻ പ്യൂപ്പ കണ്ടിട്ടുണ്ട്. എവിടുന്നാ മോളെ? അത് പറമ്പിന്റെ ഒരു ഇലയുടെ താഴെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഓ യെസ്, ഗുഡ്. ഇനി ഇങ്ങനെ പറമ്പിലൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ജോയലിനും എന്തോ പറയാനുണ്ട്. എന്താ ജോയലെ? കണ്ടിട്ടുണ്ട്. ഇനി കണ്ടോ, നെക്സ്റ്റ് അഡൽട്ട് ഇൻസെക്ട് ഡു നോട്ട് ലുക്ക് ആഫ്റ്റർ ദ ബേബീസ്. കണ്ടോ, ഈ വലുതായി കഴിഞ്ഞാല് ഇൻസെക്റ്റുകള് അമ്മയും പേരൻസ് ഒന്നും പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പരിപാടിയൊന്നുമില്ല. കാരണം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാലം കഴിഞ്ഞു പോകും. അപ്പൊ അവർക്ക് അവരുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം, അതായത് കാരണം ഈ ഈ പൂമ്പാറ്റകൾക്കൊന്നും അധികം ആയസില്ല, വളരെയധികം വേഗത്തില് ലൈഫ് സൈക്കിൾ ജീവിതം തീരുന്നതാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ മുട്ടേനെ സ്വയം വളരാൻ അനുവദിച്ചിട്ട് അവരടുത്ത സ്റ്റേജിലേക്ക് ഡെവലപ്മെന്റിലേക്ക് പോകുക ചെയ്യുന്നത്. ഓക്കെ. അപ്പോഴേ നിങ്ങള് ഇനിയിപ്പോൾ അധികം സമയമില്ല, റെഡി, ഇനി 4 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾ തന്നെ ഈ പാഠം വായിച്ചിട്ട് തന്നെ ഇതിൻ്റെ ആൻസർ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കഴിഞ്ഞിട്ട് മിസ് നോട്ട് തരുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് നോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ നോട്ടിനകത്ത് ഇതിനകത്തെല്ലാം പൂരിപ്പിക്കാനുള്ള എല്ലാം നിങ്ങൾ പൂരിപ്പിച്ച് വെച്ചിരണം. മിസ്സിന് സെൻഡ് ചെയ്ത് തരണ്ട. പക്ഷെ മിസ് ഇവിടുന്ന് പറയുമ്പോൾ ഓരോരുത്തരെ കൊണ്ടും വായിപ്പിക്കും മിസ് അതിന്റെ ശരിയായ ഉത്തരം. അതിന് ശേഷം മാത്രമേ മിസ് നോട്ട് സെൻഡ് ചെയ്ത് തരുള്ളൂ. അല്ലെങ്കിൽ അത് വെറും കോപ്പിയടി ആയി പോകും അല്ലേ ഹസന ഷെറിൻ? വെറും കോപ്പിയടി ആയി പോവല്ലേ? ഇല്ല ജോമലെ? എറിക്കേ താഴോട്ട് നോക്കിക്കേ, മുകളിലോട്ടല്ല ഇങ്ങോട്ട് നോക്കിക്കേ, നേരെ നോക്കി മിസ്സിനെ നോക്കിക്കേ. മിസ് മോനെ നോക്കുന്നുണ്ട്, അപ്പൊ മോൻ മിസ്സിനെ നോക്കണ്ടേ? ഓക്കെ. അപ്പോൾ ഈ പാഠം ശരിക്കും വായിക്കുക. അതിന് ശേഷം നിങ്ങൾ തന്നെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് പെൻസിൽ കൊണ്ട് പൂരിപ്പിക്കുക. നോട്ട് യൂസ് പെൻ, യൂസ് ഓൺലി പെൻസിൽ. ഇഫ് ഇറ്റ് ഈസ് റോങ് വി ക്യാൻ ഇറേസ് ഇറ്റ്. യെസ് അലൻ മാത്യു അൺമ്യൂട്ട് ചെയ്തേ. ടെക്സ്റ്റിലാണോ ചെയ്യേണ്ടത്? നോട്ട്സിലേക്ക് എഴുതണോ? മോനെ ടെക്സ്റ്റില് പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ആരുടെ സഹായം വേണ്ട, പേരൻസിന്റെ ഒന്നും സഹായം വേണ്ട. നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക. നിങ്ങളെ തന്നെ വിലയിരുത്തുക. ഞാൻ എത്രമാത്രം ചെയ്യാനായി? 4th സ്റ്റാൻഡേർഡ് ആയില്ലേ? ഇനി അടുത്ത ഫസ്റ്റ് സെം എക്സാം വരുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ സ്വന്തമായി ആൻസേഴ്സ് എഴുതാനുള്ള പ്രാപ്തിയിലേക്ക് എത്തണം. പറഞ്ഞ മനസ്സിലായല്ലോ? കുറച്ച് കഴിയുമ്പോൾ മിസ് നിങ്ങളുടെ നോട്ടിങ് മിസ്സിന് അയച്ചു തരാൻ പറയും. ഇപ്പം മിസ് അങ്ങോട്ട് അയച്ചു തരുന്നു, നേരെ തിരിച്ച് നിങ്ങൾ കുറച്ചു നാൾ കഴിയുമ്പോൾ മിസ്സിന് നോട്ട് അയച്ചു തരാൻ പറയും. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ? ആര് റെഡി? റെഡിയാണോ? സന മൻസൂറെ ആരാ? കുഞ്ഞുബാബ ശല്യപ്പെടുത്താൻ വരുന്നുണ്ടോ? സനക്കുട്ടീനെ ശല്യപ്പെടുന്നുണ്ടോ? ഓക്കെ. ദെൻ നമ്മുടെ സമയം പോകാൻ പോകുന്നു, 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ റീഡ് ആൻഡ് ആൻസറും അൺസ്ക്രാബിൾഡ് നമ്പറും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും റൈറ്റ് ഷോർട്ട് ആൻസറും ഒക്കെ തന്നെ പെൻസിലും കൊണ്ട് എഴുതി വെക്കുക. തെറ്റിയാൽ ഒരു കുഴപ്പമില്ല, പെൻസിലും കൊണ്ടാണ് എഴുതുന്നത്, റബ്ബറും കൊണ്ട് മായ്ക്കാൻ. പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ സ്വയം എഴുതാൻ പഠിക്കണം. മിസ് നോട്ട് അയച്ചു തരും, അതിനൊരു സംശയമില്ല. പക്ഷെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഈ ലെസൺ ഒരു അറ്റ്ലീസ്റ്റ് 5 times റീഡ് ദിസ് ലെസൺ.
before doing this exercise. How many times? Read 5 times at least before doing this exercise. 5 തവണയെങ്കിലും പാഠം വായിച്ച ശേഷം മാത്രം ഇത് ചെയ്യാം. ഓക്കെ, റെഡി? ഇനി ഡൗട്ട് ഉണ്ട്? ആരും നേരത്തെ മനസ്സിലായില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ആരാണത്? ഏഞ്ചൽ റോസ്. യെസ്. രണ്ട്